നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതെങ്ങാനോ അമ്മ കണ്ടാല് ആ നിമിഷം വിവാഹം മുടങ്ങും. അതില്ലാതിരിക്കണമെങ്കിൽ 2-3 ദിവസം ഇവിടെ പത്രം വരാൻ പാടില്ല. ഇവിടെ പത്രം വന്നില്ലെങ്കിൽ എന്താ, വേറെ ആരെങ്കിലും ഒക്കെ അത് കാണില്ലേ? അച്ഛാ, ആദ്യം ഇവിടത്തെ കാര്യം ബ്ലോക്ക് ചെയ്യേ, ബാക്കിയുള്ളത് നമുക്ക് നോക്കാലോ. പത്രം അതിരാവിലെ അവൻ കൊണ്ടുവരും. അതെങ്ങനെയാടാ മുടക്കുന്നത്? അതെ, നമ്മുടെ ഏറ്റവും അടുത്തൊരു ബന്ധു മരിച്ചുപോയി. നമ്മളെല്ലാരും കൂടി അങ്ങോട്ട് പോവുകയാണ്. 2-3 ദിവസം പത്രം ഇടണ്ടെന്ന് പറഞ്ഞാല് ആ പ്രശ്നങ്ങൾ തീരില്ലേ അച്ഛാ? അതിനുവേണ്ടി ഒരു ബന്ധുവിനെ കൊല്ലണം. ആ, അത്യാവശ്യമാണെങ്കിൽ കൊല്ലണം. അതെ, ഈ കാര്യം അച്ഛനേറ്റല്ലോ. നിന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞു പോയില്ലേ? പിന്നെ ഓഫീസിൽ പോയാലും വേറെ ഏത് സ്ഥലത്ത് പോയാലും അമ്മ പത്രം എടുത്ത് നോക്കുന്നത് അച്ഛൻ വിലക്കണം കേട്ടോ. എടാ, നടപ്പുള്ള കാര്യം വല്ലതും പറയണം. അതൊക്കെ അച്ഛൻ വിചാരിച്ച നടക്കുന്നേ. സ്വന്തം ഭാര്യയെ അനുസരിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അച്ഛൻ എന്തിനാ നടക്കുന്നേ? എടാ, ഭാര്യമാരെ പത്രം വായിക്കാൻ നിർബന്ധിക്കുന്ന ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ ഭാര്യ പത്രം വായിക്കുന്നതിനെ ഇത്രയധികം എതിർക്കേണ്ടി വരുന്ന ഒരു ഭർത്താവ് ഭൂലോകത്ത് തന്നെ വേറെ ഉണ്ടാവില്ലേ? അച്ഛാ, നമുക്ക് എല്ലാവർക്കും കൂടി ഇതങ്ങ് നടത്താന്നേ. എന്റെ പൊന്നച്ഛനല്ലാതെ വേറെ ആരാ എനിക്ക് കൂട്ടുള്ളത്? നന്ദിനി ഇപ്പൊ എന്റെ മുമ്പിൽ സമ്മതിച്ചെങ്കിലും അവളുടെ ഉള്ളിൽ നല്ല പേടിയുണ്ട്. പതുക്കെ പതുക്കെ ആ പേടി നീ മാറ്റിയെടുക്കണം. അതൊക്കെ ഞാൻ ഏറ്റുവെച്ച. അപ്പോ നമ്മൾ ഈ രജിസ്റ്റർ വിവാഹം നടത്തുന്നു. ഓക്കെ? നന്ദിനി, ഹായ് നന്ദിനി. ഹായ് നന്ദിനി, ഞാൻ ഉറങ്ങിയില്ലേ? എന്റെ ഉറക്കമൊക്കെ സാറ് കളഞ്ഞില്ലേ? ഞാൻ എന്ത് ചെയ്തു? സാർ എന്തിനാ രജിസ്റ്റർ മാരേജിന്റെ കാര്യം വീണ്ടും എടുത്തിട്ടത്? ഓഹോ, അത് അച്ഛൻ പറഞ്ഞ കാര്യം. അച്ഛൻ നമ്മുടെ കാരണവരല്ലേ. അച്ഛൻ പറഞ്ഞാ നമ്മളനുസരിച്ചല്ലേ പറ്റൂ. അച്ഛനെ കൊണ്ട് സാറ് പറയിപ്പിച്ചതല്ലേ, എനിക്ക് നന്നായിട്ട് അറിയാം. ശരി, പറയിപ്പിച്ചു. പക്ഷേ താൻ ഓക്കെ പറഞ്ഞതല്ലേ, പിന്നെന്താ കുഴപ്പം? താൻ കിടന്ന് ഉറങ്ങിക്കോ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാനിപ്പോ അങ്ങനെ ഉറങ്ങുന്നില്ല. എനിക്ക് പേടിയായിട്ട് വയ്യ സർ. അയ്യോ നന്ദിനി, അതിൽ പേടിക്കാനായിട്ട് ഒന്നുമില്ല. ഉണ്ട്. ഇതിനു മുമ്പ് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് എന്താ സംഭവിച്ചത് ഓർമ്മയുണ്ടോ സാറിനതൊക്കെ? അന്ന് അമ്മ വന്ന് എന്തൊക്കെയോ പറഞ്ഞതങ്ങ് മുടങ്ങി. പക്ഷെ ഇനിയിപ്പോ ആരും വരാനും പോകുന്നില്ല, മുടക്കാനും പോകുന്നില്ല. ഐ എം ഷുവർ. ഇല്ല സർ, എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. എടോ, എന്നാ താൻ ഒരു കാര്യം ചെയ്യും. തനിക്ക് മനസ്സിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുമ്പോ താൻ ആരോടാ ഉത്തരം ചോദിക്കുക? ഇവിടെ ഇരിക്കുന്ന താന്നിയൂരമ്മയോടെ അല്ലേ? ചോദിക്കണോ? എടോ, അതെ, ഈ കൺഫ്യൂഷൻ വരുമ്പോ തന്റെ ചില നമ്പറുകളില്ലേ? തുളസിയില ഇട്ട് നോക്കാനോ? തുളസിയില ഉണ്ട്. പക്ഷേ അതല്ലാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുമ്പോ താൻ ഡിസിഷൻ എടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. എടോ, താനേ അവിടെ നിന്ന് 2 ഡെപ്പി എടുത്തിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് ഒരെണ്ണത്തില് കുങ്കുമം, മറ്റൊന്നില് ഭസ്മവും വെച്ച്, കുങ്കുമം വന്നാൽ ഓക്കെ, ഭസ്മം വന്നാൽ ഓക്കെ അല്ല എന്നൊക്കെ പറയുന്നത്. അല്ല, ഞാനത് ഇതുവരെ സാറിന്റെ മുന്നിൽ വെച്ച് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ സാറിനത് എങ്ങനെ അറിയാം? എടോ, അതെ, നമ്മള് രണ്ടുപേരും ഒരു മുറിയിൽ താമസിക്കുന്നവരല്ലേ.